ഏവർക്കും കാരക്കുന്ന് ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലാ SKSF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 15ാമത് സർഗലയം, ഈസ്റ്റ് ജില്ലയുടെ സർഗലയം നാളെ മുതൽ 3 ദിനങ്ങളിലായിട്ട് നമ്മുടെ കാരക്കുന്നിൻ്റെ പെരുമാറിൽ പ്രൗഢമായി അരങ്ങേറുകയാണ്. ജാമിഅ ഇസ്ലാമിയ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ് നടക്കുന്നത്. അതിൻ്റെ പ്രധാന വേദിയായിട്ടുള്ളത് നമ്മുടെ പള്ളിപ്പടിയുടെ ഹൈവേക്ക് ചാരത്താണ്. അതിന് അതിപ്രധാനമായിട്ടുള്ള 1ാം വേദി ഇവിടെ സജ്ജമാക്കിയിരിക്കുകയാണ്. കലാവൈഭവത്തിന് 3 ദിനങ്ങളിലായിട്ട് നാളെയും മറ്റന്നാളും ഞായറാഴ്ച വരെ ഉള്ള കലാവൈഭവമാണ് ഇവിടെ സമ്മാനിച്ചിരിക്കുന്നത്. SKSF ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ബഹുമാനനായ യൂനിസ് ഫൈസി വെട്ടുപാറ, മറ്റു ഭാരവാഹികൾ, സംഘടനാ പ്രവർത്തകർ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവരോട് തന്നെ നമുക്ക് നേരിൽ ചോദിക്കാം. എന്തൊക്കെയായി ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പറയാൻ? നാളെ വൈകുന്നേരം അസ്ർ നിസ്കാരത്തിന് ശേഷം, അതായത് 4 മണിക്കാണ് നമ്മുടെ പരിപാടി ആരംഭിക്കുക. അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട 8 വേദികളാണ് സംവിധാനിക്കുന്നത്. നാളെ 2 ഒറ്റ വേദികളിലാണ് പരിപാടി നടക്കുക. ശനി ഞായർ ദിവസങ്ങളിൽ 8 വേദികൾ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പ്രധാന വേദി. ബാക്കിയുള്ള 7 വേദികളും നമ്മുടെ ജാമിഅ ഇസ്ലാമിയയിലാണ് നടക്കുന്നത്. അവിടെ നമ്മൾ 7 വേദികളും ഇവിടെ ഒരു വേദിയും, ഇങ്ങനെ 2360 വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ പ്രതിഭകളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. നമ്മുടെ ജില്ലയിൽ 756 ശാഖകളുണ്ട്, 100 ക്ലസ്റ്ററുകളുണ്ട്. അത് കഴിഞ്ഞ് 20 മേഖലകളും. ഈ 20 മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭകളാണ് ഇവിടെ മത്സരത്തിനുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു മത്സരത്തിൽ 20 പ്രതിഭകൾ മാറ്റിവെക്കാനുണ്ടാകും. അപ്പോൾ ഏറ്റവും വളരെ പ്രൗഢമായ, ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഏറ്റവും മികച്ച ഒരു കലാമത്സരമാണ് സർഗലം എന്ന് പറയുന്നത്. അതിൻ്റെ അവസാന മിനുക്കുപണികളൊക്കെ പൂർത്തീകരിച്ചു. ഇൻഷാ അല്ലാഹ് ഇവിടെ വരുന്ന ആളുകളെ സ്വീകരിക്കാൻ ആവശ്യമാവുന്ന കാര്യങ്ങൾ പ്രാദേശികമായി ഇവിടെ ചെയ്തിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ ജില്ലാ കമ്മിറ്റിയും ചെയ്തിട്ടുണ്ട്. ഈ 2360 മത്സരാർത്ഥികളും അവരോടൊപ്പം വരുന്ന രക്ഷിതാക്കളും അതുപോലെ തന്നെ ഈ കലയെ സ്നേഹിക്കുന്ന മറ്റുള്ള ആളുകളൊക്കെ, പ്രത്യേകിച്ച് നമുക്കറിയാം പുതിയ രീതിയിലുള്ള മത്സരങ്ങളൊക്കെ നമ്മുടെ പ്രത്യേകിച്ചുണ്ട്. ദഫ്മുട്ട് പോലെയുള്ള, ബുർദ പോലെയുള്ള ആസ്വാദനകരമായ മത്സരങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അതിനൊക്കെ സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് പ്രേക്ഷകരും നമ്മൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ പരിപാടികളും പൂർത്തീകരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ സഹകരണങ്ങളും അതുപോലെ തന്നെ സാന്നിധ്യമൊക്കെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കോർഡിനേറ്ററും ജാമിഅ ഇസ്ലാമിയ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജറും കൂടെയായ ഫാറൂഖ് ഫൈസി അവറുകളാണ്. അദ്ദേഹത്തിനോട് ചോദിക്കാം, ഇനി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാമോ? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? നിലവിൽ ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നാളെ 4 മണി മുതൽ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാൻ പോവുകയാണ്. വൈകുന്നേരം നമ്മുടെ അസ്ർ നിസ്കരിച്ചതിന് ശേഷം കാരക്കുന്ന് ജംഗ്ഷൻ പള്ളിയിൽ നിന്ന് അവിടുന്ന് എല്ലാവരും ജമാഅത്തായി നിസ്കരിച്ചതിന് ശേഷം ഇങ്ങോട്ട് പള്ളിപ്പടി നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഒരു യാത്രയായിട്ട്, ഒരു റാലിയായിട്ട് പുറപ്പെടും. അതിനുശേഷം ഇവിടെ നമ്മുടെ സ്വാഗത സംഘം ചെയർമാൻ സി കുഞ്ഞാപ്പുട്ടിയാജിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തും. 15 പതാകയാണ് ഉയർത്തുന്നത്. അപ്പോൾ നിലവിൽ എല്ലാ കാര്യങ്ങളും, അവർക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫ്രഷ് ആകാനുള്ള ഗ്രീൻ റൂമുകൾ എല്ലാം ഇവിടെ ഒരുക്കി തയ്യാറായിട്ടുണ്ട്. കാരക്കുന്നിലെ എല്ലാ നിവാസികളും ഇതിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇവിടെ സജീവമായിട്ട് ഇവിടുത്തെ റെയിൻബോയ്സ് അടക്കമുള്ള ആളുകൾ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നാളെ വൈകുന്നേരം 8:30 നമ്മുടെ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. ബഹുമാനപ്പെട്ട പാണക്കാട് അമീദ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമയൂർ, മഞ്ചേരി MLA അഡ്വക്കേറ്റ് UA ലത്തീഫ് സാഹിബ്, അതുപോലെ തൃക്കലങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട NP ജലാൽ, ജില്ലാ നേതാക്കന്മാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സെയ്ദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ, OM കരുവാരക്കുണ്ട്, അതുപോലെ മറ്റു സെയ്ദ് OMS തങ്ങൾ മേലാറ്റൂരടക്കമുള്ള ആളുകൾ നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ദിവസങ്ങളിലായിട്ട് നമ്മുടെ MP മാരും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ, മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ ആളുകളൊക്കെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്.